ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. എൻ്റെ പേര് ജിതിൻ. SSC, ബാങ്ക് ആൻഡ് റെയിൽവേ എക്സാംസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഗവൺമെൻറ് സ്കീംസ്. റീസെൻ്റ് ആയിട്ട് ന്യൂസിൽ വന്നിട്ടുള്ള ഗവൺമെൻറ് സ്കീംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് 3 സെഷൻസ് ആയിട്ട്. ഈ ഒരു സെഷനിലും കുറച്ച് പുതിയ സ്കീംസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് സ്കീം, ഇന്നത്തെ ഫസ്റ്റ് സ്കീമാണ് PM E-Drive സ്കീം. സോ PM E-Drive സ്കീം എന്ന് പറയുന്നത് 2024 ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ്. ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2024 ആൻഡ് ഈ PM E-Drive സ്കീമിന്റെ എക്സ്പാൻഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PM ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇൻ ഇന്നോവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ്. ഇതാണ് E-Driveന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇൻ ഇന്നോവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ്, ഇതാണ് E-Driveന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. സോ ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് സ്കീമാണ്. ഈ ഒരു സ്കീമിന് വേണ്ടിയിട്ട് ബഡ്ജറ്റിൽ അലോട്ട് ചെയ്തിരിക്കുന്നത് 10,900 crore rupees ആണ്. 10,900 crore rupees ഈ ഒരു സ്കീമിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അലോട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സ്കീമിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒക്ടോബർ 2024 മുതൽ മാർച്ച് 2026 വരെ ആയിരിക്കും. ഒക്ടോബർ 2024 മുതൽ മാർച്ച് 2026 വരെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്കീം എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് ഈ ഒരു സ്കീമിന്റെ PM E-Drive സ്കീമിന്റെ എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ അഡോപ്ഷൻ എന്ത് ചെയ്യുക, ആക്സിലറേറ്റ് ചെയ്യിക്കുക, അതായത് ഫാസ്റ്റർ ആയിട്ട് എന്ത് ചെയ്യുക, ഈ വെഹിക്കിൾസ് ഇലക്ട്രിക് വെഹിക്കിൾസ് അഡോപ്റ്റ് ചെയ്യുക. ആൻഡ് ഈ ഇലക്ട്രിക് വെഹിക്കിൾസിന് വേണ്ടിയിട്ടുള്ള ചാർജിങ് സ്റ്റേഷൻസ് എന്ത് ചെയ്യുക, കൺട്രിയിലുടനീളം ബിൽഡ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ ഡൊമസ്റ്റിക്കലി നമുക്ക് EV മാനുഫാക്ചറിങ് എന്ത് ചെയ്യണം, പോസിബിൾ ആക്കണം. എന്തിനു വേണ്ടിയിട്ട്, ആത്മനിർഭർ ഭാരതിന്റെ ആ ഒരു വിഷൻ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡൊമസ്റ്റിക് ആയിട്ട് ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ത് ചെയ്യുക, ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും ഈ ഒരു E-Drive സ്കീമിന്റെ വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ്സ് ആണ്. ആൻഡ് ഈ ഒരു സ്കീമിന്റെ നോഡൽ മിനിസ്ട്രി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ്. മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് ആണ് PM E-Drive സ്കീമിന്റെ നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഏത് ടൈപ്പ് ഓഫ് സ്കീമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സെൻട്രൽ സെക്ടർ സ്കീം. PM E-Drive സ്കീം എന്ന് പറയുന്നത് ഒരു സെൻട്രൽ സെക്ടർ സ്കീമാണ്. വിച്ച് മീൻസ് 100% ഫണ്ടിങ്ങും സെൻട്രൽ ഗവൺമെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സ്കീമിന്റെ ഇംപ്ലിമെന്റേഷൻ നടത്തുന്നതും സെൻട്രൽ ഗവൺമെന്റ് ഏജൻസീസോ ഡിപ്പാർട്ട്മെന്റ്സോ മിനിസ്ട്രീസോ ആയിരിക്കും. ആൻഡ് ഈ ഒരു സ്കീമിന്റെ PM E-Drive സ്കീമിന്റെ നോഡൽ ഏജൻസി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് BEL, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് ആണെന്ത് PM E-Drive സ്കീമിന്റെ നോഡൽ ഏജൻസി എന്ന് പറയുന്നത്. ആൻഡ് ബെല്ലിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലുടനീളമുള്ള ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഡിമാൻഡ് അനുസരിച്ച് എന്ത് ചെയ്യുക, ഒരു റോഡ് മാപ്പ് റെഡിയാക്കുക. ആൻഡ് അതുപോലെ തന്നെ EV യൂസേഴ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു യൂണിഫൈഡ് EV സൂപ്പർ ആപ്പ് ക്രിയേറ്റ് ചെയ്യുക. ബെല്ലിന്റെ ഡ്യൂട്ടിയാണ് EV യൂസേഴ്സിന് വേണ്ടിയിട്ട്, ഇന്ത്യയിലുടനീളമുള്ള ഇലക്ട്രിക് വെഹിക്കിൾ യൂസേഴ്സിന് വേണ്ടിയിട്ട് ഒരു യൂണിഫൈഡ് EV സൂപ്പർ ആപ്പ് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. ആൻഡ് ഈ യൂണിഫൈഡ് EV സൂപ്പർ ആപ്പിന്റെ ഫംഗ്ഷനാലിറ്റീസ് അല്ലെങ്കിൽ ഇത് ഓഫർ ചെയ്യുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയൽ ടൈം ചാർജർ അവൈലബിലിറ്റി, അതായത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഇലക്ട്രിക് വെഹിക്കിൾസിന് ചാർജിങ് സ്റ്റേഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ത് ചെയ്യും, റിയൽ ടൈമിൽ യൂസേഴ്സിന് ഈ ഒരു ആപ്പ് മുഖേന മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചാർജിങ്ങിന് വേണ്ടിയിട്ട് സ്ലോട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കും, പേയ്മെന്റ് നടത്താനായിട്ട് സാധിക്കും. ആൻഡ് അതുപോലെ തന്നെ EV റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു സിംഗിൾ ആപ്പ് വഴിയായിരിക്കും എന്ത് ചെയ്യുന്നത്, മോണിറ്റർ ചെയ്യുന്നതും യൂസേഴ്സിന് അവൈലബിൾ ആക്കി കൊടുക്കുന്നതും. ആൻഡ് ഈ ഒരു സ്കീം മുന്നേ ഉള്ള ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾസ് ഇൻ ഇന്ത്യ, ഫെയിം സ്കീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കീം മുന്നേ നമുക്ക് ഈ ഒരു PM E-Drive സ്കീമിന് മുന്നേ ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്തിരുന്നു. ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾസ് ഇൻ ഇന്ത്യ, ഫെയിം സ്കീം. സോ അത് തന്നെ 2 ഫേസസ് ഉണ്ടായിരുന്നു, ഫെയിം 1 ഉണ്ടായിരുന്നു, ഫെയിം 2 ഉണ്ടായിരുന്നു. ഇതിന്റെ മുകളിലായിട്ട് അല്ലെങ്കിൽ ഈ സ്കീംസിന്റെ ബെനിഫിറ്റ്സിന് മുകളിലായിട്ട് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു സ്കീംസിനെ സൂപ്പർസീഡ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു PM E-Drive സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഫെയിം 1നെയും ഫെയിം 2നെയും റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു PM E-Drive സ്കീം വരുന്നത്. ഇനി PM E-Drive സ്കീമിന്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു സ്കീം ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, ആരൊക്കെയാണ് ഈ ഒരു സ്കീമിന്റെ ബെനിഫിഷ്യറീസ് നോക്കാം. ആരൊക്കെയാണ് ബെനിഫിഷ്യറീസ് നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ആണെന്ത്, ഇലക്ട്രിക് 2 വീലേഴ്സ് എന്ന് പറയുന്നത്.
സോ ഇലക്ട്രിക് ടൂ വീലേഴ്സ്, ഈ ടൂ വീലേഴ്സ് ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ എന്താണ്, എലിജിബിൾ ആണ്. ഈ ഇലക്ട്രിക് ടൂ വീലേഴ്സ് പ്രൈവറ്റ് യൂസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിലും അല്ല പബ്ലിക് യൂസിന് വേണ്ടിയിട്ട് ഉള്ള ഇലക്ട്രിക് ടൂ വീലേഴ്സ് ആണെങ്കിലും രണ്ടിനും എന്തുണ്ട്, ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ എലിജിബിലിറ്റി ഉണ്ട്. സോ ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ ഇലക്ട്രിക് ടൂ വീലേഴ്സിന് എന്തുണ്ട്, എലിജിബിലിറ്റി ഉണ്ട്. അത് പ്രൈവറ്റ് യൂസിന് വേണ്ടിയിട്ടുള്ളതായാലും പബ്ലിക് യൂസിന് വേണ്ടിയിട്ടുള്ളതായാലും. അതുപോലെ തന്നെ ഇലക്ട്രിക് ത്രീ വീലേഴ്സിന് എന്തുണ്ട്, ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ എലിജിബിലിറ്റി ഉണ്ട്. ബട്ട് ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് L5 കാറ്റഗറിയിലുള്ള ത്രീ വീലേഴ്സിന് മാത്രമേ എന്തുള്ളൂ, PM E-DRIVE സ്കീമിന്റെ അണ്ടറിൽ എലിജിബിലിറ്റി ഉള്ളൂ. L5 കാറ്റഗറിയിലുള്ള ത്രീ വീലേഴ്സ്. ഇനി എന്താണ് L5 കാറ്റഗറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈ പവർ ജനറേറ്റ് ചെയ്യുന്ന ത്രീ വീലേഴ്സ്, അതായത് കൊമേഴ്ഷ്യൽ പേർപ്പസിന് വേണ്ടിയിട്ട് അതായത് പാസഞ്ചേഴ്സിനെ ക്യാരി ചെയ്യാനും അതുപോലെ തന്നെ കാർഗോ ക്യാരി ചെയ്യാനും യൂസ് ചെയ്യുന്ന പവർഫുൾ ആയിട്ടുള്ള ഇലക്ട്രിക് ത്രീ വീലേഴ്സ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ PM E-DRIVE സ്കീമിന്റെ അണ്ടറിൽ എലിജിബിൾ ആയിട്ട് വരുന്നത്. പ്രൈവറ്റ് യൂസിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക് ത്രീ വീലേഴ്സ് എന്തല്ല, എലിജിബിൾ അല്ല. കൊമേഴ്ഷ്യൽ പേർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഹൈ പവർ ഉള്ള പാസഞ്ചേഴ്സിനെ ക്യാരി ചെയ്യാനും കാർഗോ ക്യാരി ചെയ്യാനും യൂസ് ചെയ്യുന്ന പവർഫുൾ ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ പേർപ്പസിന് യൂസ് ചെയ്യുന്ന L5 കാറ്റഗറിയിലുള്ള ത്രീ വീലേഴ്സിന് മാത്രമാണ് ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ എന്നുള്ളത് എലിജിബിലിറ്റി ഉള്ളത്. ആൻഡ് അതുപോലെ തന്നെ ഈ ആംബുലൻസസ് ഈ ഒരു സ്കീമിൽ കവേർഡ് ആണ്, ഇലക്ട്രിക് ട്രക്സ് ഈ ഒരു സ്കീമിൽ കവേർഡ് ആണ്, ആൻഡ് ഇലക്ട്രിക് ബസ്സസ് ഈ ഒരു സ്കീമിൽ കവേർഡ് ആണ്. വിച്ച് മീൻസ് പ്രൈവറ്റ് യൂസിനുള്ള വെഹിക്കിൾസ് ആയാലും അല്ല പബ്ലിക് പേർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വെഹിക്കിൾസ് ആയാലും രണ്ട് ടൈപ്പ് ഓഫ് വെഹിക്കിൾസും ഈ ഒരു സ്കീമിൽ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് യൂസിനുള്ള വെഹിക്കിൾസും പബ്ലിക് യൂസിനുള്ള വെഹിക്കിൾസും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ കവേർഡ് ആണ്. സോ ഏതൊക്കെയാണ് ഈ സ്കീമിന്റെ അണ്ടറിൽ എലിജിബിലിറ്റി ഉള്ള വെഹിക്കിൾസ് എന്ന് പറയുന്നത്, ഇലക്ട്രിക് ടൂ വീലേഴ്സ്, അത് പ്രൈവറ്റ് യൂസിനായി ഉള്ളതായിക്കോട്ടെ പബ്ലിക് യൂസിനുള്ളതായിക്കോട്ടെ. അതുപോലെ തന്നെ ഇലക്ട്രിക് ത്രീ വീലേഴ്സ്, ഏത് ടൈപ്പ് ഇലക്ട്രിക് ത്രീ വീലേഴ്സ്, കൊമേഴ്ഷ്യൽ പേർപ്പസിന് വേണ്ടിയിട്ട് പാസഞ്ചേഴ്സിനെ ക്യാരി ചെയ്യാനും അതുപോലെ തന്നെ കാർഗോ ക്യാരി ചെയ്യാനും യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ത്രീ വീലേഴ്സ്. അതുപോലെ തന്നെ ഈ ആംബുലൻസസ്, ഈ ട്രക്സ്, ഈ ബസ്സസ് പബ്ലിക് പേർപ്പസിന് വേണ്ടിയിട്ടും പ്രൈവറ്റ് യൂസിന് വേണ്ടിയിട്ടുള്ള വെഹിക്കിൾസ് എല്ലാം തന്നെ, ഇലക്ട്രിക് വെഹിക്കിൾസ് എല്ലാം തന്നെ ഈ ഒരു PM E-DRIVE സ്കീമിന്റെ അണ്ടറിൽ എന്താണ്, എലിജിബിൾ ആണ്. നെക്സ്റ്റ് എലിജിബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ, സോ ടാർഗറ്റ് ബെനിഫിഷ്യറീസ് നമ്മൾ നോക്കി. നെക്സ്റ്റ് ഈസ് എലിജിബിലിറ്റി ഏതൊക്കെ വെഹിക്കിൾസ് ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ എലിജിബിൾ ആണ്. സോ അഡ്വാൻസ്ഡ് ബാറ്ററീസ് ഉള്ള ഇലക്ട്രിക് വെഹിക്കിൾസ് മാത്രമേ ഈ സ്കീമിൽ എന്ത് ചെയ്യുന്നുള്ളൂ, ക്വാളിഫൈ ചെയ്യുന്നുള്ളൂ. സോ ബേസിക്കലി PM E-DRIVE സ്കീമിൽ എന്താണ് ചെയ്യുന്നത്, ഇലക്ട്രിക് വെഹിക്കിൾസ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കസ്റ്റമേഴ്സിന് ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യുകയാണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെന്റ് ഈ ഒരു സ്കീമിൽ ചെയ്യുന്നത്. സോ അഡ്വാൻസ്ഡ് ബാറ്ററീസ് ഉള്ള ഇലക്ട്രിക് വെഹിക്കിൾസിന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ സ്കീമിന്റെ അണ്ടറിൽ ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഗവൺമെന്റ് പർച്ചേസ് ചെയ്യുന്ന ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു സ്കീമിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. സോ ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് പർച്ചേസ് ചെയ്യുന്ന ഇലക്ട്രിക് വെഹിക്കിൾസിന് PM E-DRIVE സ്കീമിന്റെ അണ്ടറിൽ എന്തില്ല, ഇൻസെന്റീവിനുള്ള എലിജിബിലിറ്റി ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ ഈ ഇലക്ട്രിക് വെഹിക്കിൾസ് എല്ലാം തന്നെ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾസ് റൂൾസ് 1989 അണ്ടറിൽ എന്ത് ചെയ്തിരിക്കണം, രജിസ്റ്റർ ചെയ്തിരിക്കണം. PM E-DRIVE സ്കീമിന്റെ അണ്ടറിൽ ഇൻസെന്റീവ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം, വെഹിക്കിൾസ് എല്ലാം തന്നെ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾസ് റൂൾസ് 1989 അണ്ടറിൽ എന്തായിരിക്കണം, രജിസ്റ്റേർഡ് ആയിരിക്കണം. ആൻഡ് വൺ മോർ കണ്ടീഷൻ കൂടിയുണ്ട്. ഇലക്ട്രിക് ടൂ വീലേഴ്സിന്റെ കേസിലും ഇലക്ട്രിക് ത്രീ വീലേഴ്സിന്റെ കേസിലും ഈ ഒരു സ്കീമിന്റെ ഡ്യൂറേഷന്റെ അകത്ത്, അതായത് ഒക്ടോബർ 2024 മുതൽ മാർച്ച് 2026 വരെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്കീം എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഈ ഒരു സ്കീമിന്റെ ഡ്യൂറേഷന്റെ അകത്ത് മാനുഫാക്ചർ ചെയ്യുകയും രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്ന ഈ ടൂ വീലേഴ്സിനും ഈ ത്രീ വീലേഴ്സിനും മാത്രമേ എന്തുള്ളൂ, എലിജിബിലിറ്റി ഉള്ളൂ. സ്കീമിന്റെ അകത്ത്, സ്കീമിന്റെ ഡ്യൂറേഷനുള്ളിൽ മാനുഫാക്ചർ ചെയ്യപ്പെടുകയും രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഈ ടൂ വീലേഴ്സിനും ഈ ത്രീ വീലേഴ്സിനും മാത്രമേ ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ എന്തുള്ളൂ, എലിജിബിലിറ്റി ഉള്ളൂ. ഇനി ഈ ഒരു സ്കീമിൽ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് നോക്കാം. ഫേസ്റ്റ് വൺ ആണെന്ത്, ഡിമാൻഡ് ഇൻസെന്റീവ്സ് എന്ന് പറയുന്നത്.
അതായത് കസ്റ്റമേഴ്സിനും മാനുഫാക്ചറേഴ്സിനും എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഇലക്ട്രിക് വെഹിക്കിൾസ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി എന്താണ് ഇൻസെന്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗവൺമെന്റ് എന്ത് ചെയ്യും, കസ്റ്റമേഴ്സിന് ഇലക്ട്രിക് വെഹിക്കിൾസ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആകുന്ന തുകയുടെ ഒരു പെർസെൻറ്റേജ് എന്ത് ചെയ്യും, ഡിഡക്ട് ചെയ്ത് കൊടുക്കും. അതായത് ഈ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ പ്രൈസ് ലോവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഗവൺമെന്റ് ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എത്രയാണ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസെന്റീവ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇലക്ട്രിക് വെഹിക്കിളിന്റെ എക്സ് ഫാക്ടറി പ്രൈസ് എത്രയാണോ അതിന്റെ 50%, മാക്സിമം 50% വരെ എന്ത് ചെയ്യും, ഗവൺമെന്റ് ഇൻസെന്റീവ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഓരോ കാറ്റഗറി ഓഫ് വെഹിക്കിൾസിനും, 2 വീലേഴ്സ്, 3 വീലേഴ്സ്, ബസ്സസ്, ആംബുലൻസസ്, ട്രക്സ്, ഇങ്ങനെയുള്ള ഓരോ കാറ്റഗറി ഓഫ് വെഹിക്കിൾസിനും എന്തുണ്ട്, ഒരു ഫിക്സഡ് പ്രൈസ് ഉണ്ട്. അതായത് ഗവൺമെന്റ് ഇൻസെന്റീവ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു മാക്സിമം എമൗണ്ട് ഉണ്ട്. ഈ രണ്ടിൽ ഏതാണോ ഏറ്റവും ലോവർ, അതായത് ആ ഒരു വെഹിക്കിളിന്റെ എക്സ് ഫാക്ടറി പ്രൈസിന്റെ 15%, അല്ലെങ്കിൽ ഓരോ വെഹിക്കിൾസിന് വേണ്ടിയിട്ടും ഗവൺമെന്റ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു പ്രൈസ് ഉണ്ട്. ഈ രണ്ട് പ്രൈസസിൽ ഏതാണോ ഏറ്റവും ലോവർ പ്രൈസ്, അത്രയും എന്ത് ചെയ്യും, ഗവൺമെന്റ് ഇൻസെന്റീവ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. ഇനി എങ്ങനെയാണ് ഈ ഇൻസെന്റീവ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആധാർ ഓതന്റിക്കേറ്റഡ് ഈ വൗച്ചേഴ്സ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇൻസെന്റീവ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഒരു കസ്റ്റമർ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ പർച്ചേസ് ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ ആ കസ്റ്റമറിന്റെ മൊബൈൽ നമ്പറിലേക്ക് ഈ KYC മൂലം എന്ത് ചെയ്യും, ഒരു ആധാർ ഓതന്റിക്കേറ്റഡ് ഈ വൗച്ചർ കിട്ടും. ഈ വൗച്ചർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, കസ്റ്റമറിന് ആ ഒരു മാനുഫാക്ചറിന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാൻ സാധിക്കും, ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഈ മാനുഫാക്ചറിന് കസ്റ്റമേഴ്സിന് കുറച്ച് കൊടുത്ത ആ എമൗണ്ട് ഗവൺമെന്റ് എന്ത് ചെയ്യും, റീഇംബേഴ്സ് ചെയ്യും. സോ ഒരു കസ്റ്റമർ ഇലക്ട്രിക് വെഹിക്കിൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഒരു സെല്ലറിന്റെ അടുത്ത് എത്തുന്നു. ആ സെല്ലറിന്റെ അടുത്ത് എത്തുമ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യും, ഇവരുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ആധാർ ഓതന്റിക്കേറ്റഡ് ഈ വൗച്ചർ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. ഈ വൗച്ചർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, കസ്റ്റമറിന് ആ ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് കസ്റ്റമറിന് കുറച്ച് കൊടുത്ത ആ ഒരു തുക ഗവൺമെന്റ് എന്ത് ചെയ്യും, ഈ സെല്ലർക്ക് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കും. അതിന് വേണ്ടിയിട്ട് സെല്ലർ എന്ത് ചെയ്യണം, കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഈ വൗച്ചർ എന്ത് ചെയ്യണം, മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസിന്റെ പോർട്ടലിനകത്ത് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും, ഈ വൗച്ചറിന് ഈക്വലന്റ് ആയിട്ടുള്ള എമൗണ്ട് ആ ഒരു സെല്ലർക്ക് എന്ത് ചെയ്യും, റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. So that is all about PM E-Drive scheme. So അടുത്ത സ്കീമാണ് PM ധൻ ധാന്യ കൃഷി യോജന. PM ധൻ ധാന്യ കൃഷി യോജന. ഈ ഒരു സ്കീം 2025 വളരെ റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്തൊരു സ്കീമാണെന്ത്, PM ധൻ ധാന്യ കൃഷി യോജന. ഈ ഒരു സ്കീം 2025-26 യൂണിയൻ ബഡ്ജറ്റിലാണ് എന്തിരിക്കുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു സ്കീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഫാം പ്രോഗ്രാം ആണ്. അതായത് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് ഫാം പ്രോഗ്രാം ആണെന്ത്, പ്രൈം മിനിസ്റ്റേഴ്സ് ധൻ ധാന്യ കൃഷി യോജന എന്ന് പറയുന്നത്. ഇനി ഈ സ്കീമിന്റെ എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യുക, അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യുക, എൻഹാൻസ് ചെയ്യുക. സസ്റ്റൈനബിൾ ആയിട്ടുള്ള അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. അതായത് ഓർഗാനിക് ഫാമിംഗ് പോലെയുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ അതുവഴി എന്ത് ചെയ്യുക, അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ലൈവ്ലിഹുഡ്സിന്റെ ആ ഒരു ലിവിങ് കണ്ടീഷൻസ് എന്ത് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക. ഇതാണ് PM ധൻ ധാന്യ കൃഷി യോജനയുടെ ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ 2025-26 യൂണിയൻ ബഡ്ജറ്റിലാണ് എന്തിരിക്കുന്നത്, ഈ ഒരു സ്കീം അനൗൺസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു സ്കീമിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് മാറ്റി വെച്ചിരിക്കുന്നത് 24,000 crore rupees ആണ്. അതായത് ഒരു വർഷം 24,000 crore rupees എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സ്കീമിന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സ്കീം 6 വർഷത്തേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. 2025-26 മുതൽ 6 വർഷത്തേക്ക്, അടുത്ത 6 വർഷത്തേക്കായിരിക്കും ഈ ഒരു സ്കീമിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഓരോ വർഷവും, അതായത് ഈ 2025-26 സ്റ്റാർട്ട് ചെയ്യുന്ന സ്കീമിന്റെ അടുത്ത 6 വർഷത്തേക്കുള്ള ഓരോ വർഷത്തിലും എന്ത് ചെയ്യും, 24,000 crore rupees ഗവൺമെന്റ് ഇതിനു വേണ്ടിയിട്ട് അലോട്ട് ചെയ്യുന്നുണ്ട്. പെർ ഇയർ 24,000 crore rupees ഫോർ 6 years എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സ്കീമിന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സ്കീം എന്ന് പറയുന്നത് നീതി ആയോഗിന്റെ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാമിൽ നിന്ന് ഇൻസ്പയർഡ് ആയിക്കൊണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്കീമാണ്. നീതി ആയോഗിന്റെ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം.
ഇനി എന്താണ് നീതി ആയോഗിന്റെ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ലീസ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള 112 ഡിസ്ട്രിക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നീതി ആയോഗ് ലോഞ്ച് ചെയ്ത പ്രോഗ്രാം ആണെന്ത് ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇന്ത്യയിലുടനീളമുള്ള മോസ്റ്റ് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള 112 ഡിസ്ട്രിക്ട്സ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ് പ്രോഗ്രാമിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും കുറവ് പ്രൊഡക്ടിവിറ്റി ഉള്ള 100 ഡിസ്ട്രിക്ട്സ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ആ ഡിസ്ട്രിക്ട്സിനെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സ്കീം ഫോക്കസ് ചെയ്യുന്നത്. സോ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ഏറ്റവും കുറഞ്ഞ 100 ഡിസ്ട്രിക്ട്സ് ഇന്ത്യയിലുടനീളമുള്ള 100 ഡിസ്ട്രിക്ട്സിനെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സ്കീം ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ആ 100 ഡിസ്ട്രിക്ട്സിൽ പ്രൊഡക്ടിവിറ്റി ഏറ്റവും കുറഞ്ഞ ആ 100 ഡിസ്ട്രിക്ട്സിൽ എന്ത് ചെയ്യുക ഫാം പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക. എങ്ങനെ? ഇംപ്രൂവ്ഡ് ഇറിഗേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്ത്, അതായത് ഇറിഗേഷൻ ടെക്നിക്സ് ഇംപ്രൊവൈസ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടും ഈ ഡിസ്ട്രിക്ട്സിൽ സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ ഫാമേഴ്സിന് ക്രെഡിറ്റ് അക്സസിബിലിറ്റി കൊടുത്തുകൊണ്ടും ഫാമേഴ്സിന് ഈസിലി ലോൺസ് അവൈലബിൾ ആക്കിക്കൊണ്ടും ആൻഡ് സസ്റ്റൈനബിൾ പ്രാക്ടീസസ് ഫോളോ ചെയ്തുകൊണ്ടും എന്ത് ചെയ്യുക ഈ 100 ഡിസ്ട്രിക്ട്സിലും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക. സോ ഇന്ത്യയിൽ ഏറ്റവും ലോവർ പ്രൊഡക്ടിവിറ്റി ഉള്ള 100 ഡിസ്ട്രിക്ട്സ് ആയിരിക്കും ഈ ഒരു സ്കീമിൽ സെലക്ട് ചെയ്യുന്നത്. ആ ഒരു ടോപ്പ് 100 ഡിസ്ട്രിക്ട്സിൽ എന്ത് ചെയ്യുക ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഇംപ്രൂവ് ചെയ്തുകൊണ്ടും സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടും ക്രെഡിറ്റ് അക്സസിബിലിറ്റി ഫാമേഴ്സിന് ലോൺ അക്സസബിൾ ആക്കിക്കൊണ്ടും ആൻഡ് സസ്റ്റൈനബിൾ പ്രാക്ടീസസ് ഫോളോ ചെയ്തുകൊണ്ടും എന്ത് ചെയ്യുക ഫാം പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക. ഇനി ഈ ഒരു സ്കീമിന്റെ നോഡൽ മിനിസ്ട്രി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ. മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ആണ് പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജനയുടെ നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഏത് ടൈപ്പ് ഓഫ് സ്കീമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് എ സെൻട്രൽ സെക്ടർ സ്കീം. ഈ ഒരു സ്കീം എന്ന് പറയുന്നത് ഒരു സെൻട്രൽ സെക്ടർ സ്കീമാണ്. which means 100% ഫണ്ടിങ്ങും സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നതും എന്തായിരിക്കും സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രീസോ ഡിപ്പാർട്ട്മെന്റ്സോ ഏജൻസീസോ ആയിരിക്കും. സോ 100% ഫണ്ടിങ്ങും സെൻട്രൽ ഗവൺമെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഇംപ്ലിമെന്റേഷനും ആരായിരിക്കും സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രീസോ ഡിപ്പാർട്ട്മെന്റ്സോ ഏജൻസീസോ ആയിരിക്കും നടത്തുന്നത്. ആൻഡ് ഈ ഒരു സ്കീമിൽ സ്റ്റേറ്റ്സും പ്രൈവറ്റ് സെക്ടറും എന്ത് ചെയ്യുന്നുണ്ട് സെൻട്രുമായിട്ട് പാർട്ട്ണർ ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ്സിന്റെയും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടേഴ്സിന്റെയും എന്ത് ചെയ്യുന്നുണ്ട് ഹെൽപ്പ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവരും കൂടി ഈ ഒരു സ്കീമിനകത്ത് പാർട്ട്ണർഷിപ്പ് ആകണമെന്നാണ് എന്ത് ചെയ്യുന്നത് ഗവൺമെന്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സ്കീം വഴി നിയർലി 1.7 crore ഫാമേഴ്സിനെ, അതായത് ഏതാണ്ട് 1.7 crore ഫാമേഴ്സിനെ ഈ ഒരു സ്കീം വഴി അവർക്ക് ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത് ഗവൺമെന്റ് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു സ്കീം എന്ന് പറയുന്നത് സ്റ്റേറ്റ്സിന്റെയും പ്രൈവറ്റ് സെക്ടറിന്റെയും പാർട്ണർഷിപ്പിലായിരിക്കും എന്ത് ചെയ്യുന്നത് സെന്റർ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു സ്കീം വഴി 1.7 crore ഫാമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും എന്നാണ് എന്ത് ചെയ്യുന്നത് സെന്റർ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി സോ ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ 100 ഡിസ്ട്രിക്ട്സ് ഏറ്റവും കുറവ് പ്രൊഡക്ടിവിറ്റി ഉള്ള 100 ഡിസ്ട്രിക്ട്സ് ഐഡന്റിഫൈ ചെയ്ത് ആ ഡിസ്ട്രിക്ട്സിൽ ഫാം പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സ്കീം എയിം ചെയ്യുന്നത്. ഇനി ഈ 100 ഡിസ്ട്രിക്ട്സ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഡിസ്ട്രിക്ട്സ് സെലക്ട് ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻലി 3 ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ 100 ഡിസ്ട്രിക്ട്സ് സെലക്ട് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ആണെന്ത് ലോ പ്രൊഡക്ടിവിറ്റി, അതായത് ഏറ്റവും കുറവ് അഗ്രികൾച്ചർ ഔട്ട്പുട്ട്, ഒരേക്കറിൽ നിന്ന് ഏറ്റവും കുറച്ച് അഗ്രികൾച്ചർ ഔട്ട്പുട്ട് കിട്ടുന്ന ഡിസ്ട്രിക്ട്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഈ ഒരു 100 ഡിസ്ട്രിക്ട്സിനകത്ത് സെലക്ട് ചെയ്യുന്നത്. സോ 1 ഹെക്ടറിൽ നിന്ന് ഏറ്റവും ലോവർ അഗ്രികൾച്ചർ ഔട്ട്പുട്ട് കിട്ടുന്ന ഡിസ്ട്രിക്ട്സിന് എന്തുണ്ടാകും ഈ ഒരു സ്കീമിനകത്ത് മുൻഗണന ഉണ്ടായിരിക്കും. ഇനി രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നതാണ് ലോ ക്രോപ്പിംഗ് ഇന്റൻസിറ്റി, അതായത് ഒരു അഗ്രികൾച്ചറൽ ഇയറിൽ ഏറ്റവും കുറവ് തവണ കൃഷി നടത്തുന്ന അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്രോപ്പ് വെറൈറ്റീസ് അവൈലബിൾ ആയിട്ടുള്ള റീജിയൻസ് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്കീമിനകത്ത് സെലക്ട് ചെയ്യുന്നുണ്ട്. സോ ലോ ക്രോപ്പിംഗ് ഇന്റൻസിറ്റി, ഒരു അഗ്രികൾച്ചറൽ ഇയറിൽ ഒരു ലാൻഡിൽ ഒരു പീസ് ഓഫ് ലാൻഡിൽ എത്ര തവണ കൾട്ടിവേഷൻ നടത്തുന്നു അതാണ് എന്ത് ക്രോപ്പിംഗ് ഇന്റൻസിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ ഒരു അഗ്രികൾച്ചറൽ ലാൻഡിൽ ഒരു അഗ്രികൾച്ചറൽ സീസണിൽ എത്ര തവണ കൾട്ടിവേഷൻ നടത്തുന്നു,
എത്ര തവണ കൾട്ടിവേഷൻ നടത്തുന്നു, അതാണെന്ത് ക്രോപ്പിംഗ് ഇന്റൻസിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ ഏറ്റവും കുറവ് ക്രോപ്പിംഗ് ഇന്റൻസിറ്റി ഉള്ള ഡിസ്ട്രിക്ട്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ റീജിയൻസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ലിമിറ്റഡ് ക്രോപ്പ് വെറൈറ്റീസ് ഉള്ള റീജിയൻസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. അതായത് ഒരു വർഷം കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്സിന്റെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് ക്രോപ്സ് മാത്രം അവൈലബിൾ ആയിട്ട്, അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് ക്രോപ്പ് വെറൈറ്റീസ് മാത്രം അവൈലബിൾ ആയിട്ടുള്ള റീജിയൻസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. അടുത്തതാണെന്ത്, മൂന്നാമത്തെ കീ ക്രൈറ്റീരിയ ആണെന്ത്, ലോ ക്രെഡിറ്റ് ഡിസ്ബേഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഫാമേഴ്സിന് ലോൺസ് കിട്ടാൻ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ റിസോഴ്സസ് വളരെ ലിമിറ്റഡ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഡിസ്ട്രിക്ട്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ സെലക്ട് ചെയ്യുന്നത്. അതായത് ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഫാമേഴ്സിന് അവരുടെ എന്താണ് കൾട്ടിവേഷന് വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ക്രെഡിറ്റ് അവൈലബിൾ ആണോ അല്ലെങ്കിൽ ലോൺസ് അവൈലബിൾ ആണോ എന്ന് എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. ഫൈനാൻഷ്യൽ റിസോഴ്സസ് ഫാമേഴ്സിന് അവൈലബിൾ അല്ലാത്ത റീജിയൻസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്കീമിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് മറ്റൊരു കാര്യം കൂടിയുണ്ട്, റെപ്രസെന്റേഷൻ അക്രോസ് സ്റ്റേറ്റ്സ്. അതായത് ഇന്ത്യയിൽ ഉടനീളം, അതായത് മിനിമം ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരു ഡിസ്ട്രിക്ട് എന്നുള്ള രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രിക്ട്സ് സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ത്രൂ ഔട്ട് ഇന്ത്യ ഈ ഒരു സ്കീം ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെന്റ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് എല്ലാ സ്റ്റേറ്റ്സിന്റെയും റെപ്രസെന്റേഷൻ വേണമെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് എയിം ചെയ്യുന്നുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ മിനിമം ഓഫ് 1 ഡിസ്ട്രിക്ട് പെർ സ്റ്റേറ്റ്, ഒരു റീജിയനിൽ നിന്ന് ഒരു സ്റ്റേറ്റ് എങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സ്കീമിനകത്ത് സെലക്ട് ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് പ്രധാൻ മന്ത്രി ധൻ ധാന്യ കൃഷി യോജന. അടുത്ത സ്കീമാണ് PM സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ, PM ശ്രീ സ്കീം. പ്രൈം മിനിസ്റ്റേഴ്സ് സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ, ദാറ്റ് ഈസ് PM ശ്രീ സ്കീം. ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്യുന്നത് 2022 2022 സെപ്റ്റംബർ 7 ലോഞ്ച് ചെയ്ത സ്കീമാണെന്ത്, PM ശ്രീ സ്കീം എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു PM ശ്രീ സ്കീമിന്റെ എയിം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന, അതായത് സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, യൂണിയൻ ടെറിട്ടറി ഗവൺമെന്റ്സ്, അതുപോലെ തന്നെ ലോക്കൽ ബോഡീസ് മാനേജ് ചെയ്യുന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള 14,500 സ്കൂൾസിനെ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, മോഡൽ സ്കൂൾസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുക അണ്ടർ ദി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. NEP 2020യുടെ ആ ഒരു സ്കീമിന്റെ അണ്ടറിൽ, അല്ലെങ്കിൽ ആ ഒരു വിഷന്റെ അണ്ടറിൽ എന്ത് ചെയ്യുക, ഇപ്പോൾ ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, യൂണിയൻ ടെറിട്ടറി ഗവൺമെന്റ്, ലോക്കൽ ബോഡീസ് ഒക്കെ മാനേജ് ചെയ്യുന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള 14,500 സ്കൂൾസിനെ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക ഇൻടു മോഡൽ സ്കൂൾസ് ആയിട്ട് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക ബൈ മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ. അതായത് ആ സ്കൂൾസിൽ മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവന്നുകൊണ്ട് എന്ത് ചെയ്യുക, അതിനെ മോഡൽ സ്കൂൾസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു PM ശ്രീ സ്കീമിന്റെ എന്താണ് ബേസിക് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു PM ശ്രീ സ്കീമിന്റെ നോഡൽ മിനിസ്ട്രി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. PM ശ്രീ സ്കീമിന്റെ നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ആൻഡ് ഇത് ഏത് ടൈപ്പ് ഓഫ് സ്കീമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിസ് ഇസ് എ സെൻട്രലി സ്പോൺസേർഡ് സ്കീം. സെൻട്രലി സ്പോൺസേർഡ് സ്കീം എന്താണ്, ഈ ഒരു സ്കീമിന്റെ ഫണ്ടിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും കൂടി ഷെയർ ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ആയിരിക്കും ഈ ഒരു സ്കീമിന് ആവശ്യമായിട്ടുള്ള ഫണ്ട്സ് എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്. ആൻഡ് ഇംപ്ലിമെന്റേഷൻ നടത്തുന്നത് ആരായിരിക്കും, സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും. അതാണ് സെൻട്രലി സ്പോൺസേർഡ് സ്കീം. സെൻട്രലി സ്പോൺസേർഡ് സ്കീം എന്ന് പറയുമ്പോൾ ഈ ഒരു സ്കീമിന് ആവശ്യമായിട്ടുള്ള ഫണ്ടിങ് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഷെയർ ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അതാത് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആയിരിക്കും. അതാണ് സെൻട്രലി സ്പോൺസേർഡ് സ്കീം. സോ PM ശ്രീ സ്കീം എന്ന് പറയുന്നതാണ് ഒരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. സോ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിൽ ഫണ്ടിങ് ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞു. ദിസ് ഇസ് എ സെൻട്രലി സ്പോൺസേർഡ് സ്കീം. ഇനി ആ ഫണ്ടിങ് പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. സോ സ്റ്റേറ്റ്സിന്റെ കേസിലും അതുപോലെ തന്നെ ലെജിസ്ലേച്ചേഴ്സ് ഉള്ള UTസിന്റെ കേസിലും, ലെജിസ്ലേച്ചേഴ്സ് ഉള്ള യൂണിയൻ ടെറിട്ടറീസ്, സ്വന്തമായിട്ട് ലെജിസ്ലേച്ചർ ഉള്ള യൂണിയൻ ടെറിട്ടറീസ് ഇന്ത്യയിൽ 3 എണ്ണമാണുള്ളത്. അതായത് പുതുച്ചേരി, ഡൽഹി ആൻഡ് ജമ്മു ആൻഡ് കാശ്മീർ. സോ പുതുച്ചേരി, ഡൽഹി ആൻഡ് ജമ്മു ആൻഡ് കാശ്മീർ.
ഈ 3 യൂണിയൻ ടെറിട്ടറീസിനാണ് എന്തുള്ളത്, സ്വന്തമായിട്ട് ലെജിസ്ലേച്ചർ ഉള്ളത്. സോ ലെജിസ്ലേച്ചർ ഉള്ള 3 യൂട്ടീസ് മാത്രമേ ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അത് ഏതൊക്കെയാണ്? പുതുച്ചേരി, ഡൽഹി ആൻഡ് ജമ്മു ആൻഡ് കാശ്മീർ. ഇതിൽ ജമ്മു ആൻഡ് കാശ്മീർ ഒഴികെ ലെജിസ്ലേച്ചേഴ്സ് ഉള്ള ബാക്കി 2 യൂട്ടീസ്, അതായത് പുതുച്ചേരി, ഡൽഹി, പിന്നെ ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റുകളും ആ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഷെയറിംഗ് എന്ന് പറയുന്നത് 60:40 റേഷ്യോയിലായിരിക്കും. അതായത് 60% സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കി 40% ആയിരിക്കും എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്നത്. സോ എല്ലാ സ്റ്റേറ്റ്സും, ഇന്ത്യയിലുള്ള 28 സ്റ്റേറ്റ്സിലും അതുപോലെ തന്നെ ലെജിസ്ലേച്ചേഴ്സ് ഉള്ള 2 യൂട്ടീസ് എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ, ജമ്മു ആൻഡ് കാശ്മീർ ഒഴികെ ലെജിസ്ലേച്ചേഴ്സ് ഉള്ള 2 യൂട്ടീസ് ആയിട്ടുള്ള പുതുച്ചേരി, ഡൽഹി, ഈ 2 യൂട്ടീസ്, ഈ ലെജിസ്ലേച്ചേഴ്സ് ഉള്ള 2 യൂട്ടീസും അതുപോലെ തന്നെ ബാക്കി സ്റ്റേറ്റ്സും എടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ ഫണ്ടിങ് പാറ്റേൺ എന്ന് പറയുന്നത് 60% സെന്ററും 40% സ്റ്റേറ്റ്സും ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്. ഇനി നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സും ഹിമാലയൻ സ്റ്റേറ്റ്സും ജമ്മു ആൻഡ് കാശ്മീറും എടുത്താൽ അവിടെ ഈ ഫണ്ടിങ് പാറ്റേൺ എന്ന് പറയുന്നത് 90% സെന്റർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ബാക്കി 10% ആയിരിക്കും എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ് ഫണ്ട് ചെയ്യുന്നത്. So northeastern states, Himalayan states and the Union Territory of Jammu and Kashmir. ഇവിടെയെല്ലാം ഫണ്ടിങ് പാറ്റേൺ എന്ന് പറയുന്നത് 90% സെന്ററും 10% അതായത് സ്റ്റേറ്റ് അല്ലെങ്കിൽ UTU ആയിരിക്കും. ഇനി ലെജിസ്ലേച്ചേഴ്സ് ഇല്ലാത്ത UTs, അതായത് ഇന്ത്യയിലുള്ള 8 യൂട്ടീസിൽ 3 യൂട്ടീസിന് മാത്രമേ എന്തുള്ളൂ, ലെജിസ്ലേച്ചേഴ്സ് ഉള്ളൂ. ബാക്കി 5 യൂട്ടീസ് എടുത്തു കഴിഞ്ഞാൽ, ലെജിസ്ലേച്ചേഴ്സ് ഇല്ലാത്ത ബാക്കി 5 യൂട്ടീസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ 100% ഫണ്ടിങ്ങും ആരായിരിക്കും ചെയ്യുന്നത്, സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും ചെയ്യുന്നത്. സോ 100% ഫണ്ടിങ്ങും സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ആ യൂട്ടീസിന് എന്തില്ല, ഇതിനകത്ത് ഫണ്ടിങ്ങിനകത്ത് ഷെയർ ഇല്ല. സോ ലെജിസ്ലേച്ചേഴ്സ് ഇല്ലാത്ത യൂട്ടീസ് എടുത്തു കഴിഞ്ഞാൽ 100% ഫണ്ടിങ്ങും സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ലെജിസ്ലേച്ചേഴ്സ് ഇല്ലാത്ത യൂട്ടീസിൽ 100% ഫണ്ടിങ്ങും സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഈ ഒരു സ്കീമിനകത്ത് സ്റ്റേറ്റ്സ് അവരുടെ പാർട്ടിസിപ്പേഷൻ എന്ത് ചെയ്യണം, കൺഫേം ചെയ്യണം. എങ്ങനെ? ഒരു മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തുകൊണ്ട്. എഡ്യൂക്കേഷൻ മിനിസ്ട്രി ആയിട്ട് ഒരു മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ത് ചെയ്യണം, സ്റ്റേറ്റ്സ് സൈൻ ചെയ്യണം, അവരുടെ പാർട്ടിസിപ്പേഷൻ കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആ മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്താൽ മാത്രമേ ആ സ്റ്റേറ്റ്സിന് എന്ത് ചെയ്യാൻ സാധിക്കൂ, ഈ ഒരു PM ശ്രീ സ്കീമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. ഏതൊക്കെ സ്കൂൾസ്, ഇനി അടുത്തതാണ് എലിജിബിലിറ്റി. ഏതൊക്കെ സ്കൂൾസ് ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ എലിജിബിൾ ആണെന്ന് നോക്കാം. സോ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, UT ഗവൺമെന്റ് അല്ലെങ്കിൽ ലോക്കൽ ബോഡീസ്, ഇവർ മാനേജ് ചെയ്യുന്ന സ്കൂൾസിന് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്കീമിൽ എലിജിബിലിറ്റി ഉള്ളത്. സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ UT ഗവൺമെന്റോ അല്ലെങ്കിൽ ലോക്കൽ ബോഡീസോ മാനേജ് ചെയ്യുന്ന സ്കൂൾസിന് ഈ ഒരു സ്കീമിൽ എലിജിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ കേന്ദ്രീയ വിദ്യാലയസ് ആൻഡ് നവോദയ വിദ്യാലയസ്, പെർമനന്റ് ബിൽഡിങ്സ് ഉള്ള എല്ലാ കേന്ദ്രീയ വിദ്യാലയസിനും നവോദയ വിദ്യാലയസിനും എന്തുണ്ട്, ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ എലിജിബിലിറ്റി ഉണ്ട്. PM ശ്രീ സ്കീമിന്റെ അണ്ടറിൽ ഏതൊക്കെ സ്കൂൾസിന് എലിജിബിലിറ്റി ഉണ്ടെന്ന് ചോദിച്ചാൽ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, UT ഗവൺമെന്റ്, ലോക്കൽ ബോഡീസ്, ഇവർ മാനേജ് ചെയ്യുന്ന സ്കൂൾസിന് എലിജിബിലിറ്റി ഉണ്ട്. അതുകൂടാതെ പെർമനന്റ് ആയിട്ട് ബിൽഡിംഗ് ഉള്ള എല്ലാ കേന്ദ്രീയ വിദ്യാലയസിനും നവോദയ വിദ്യാലയസിനും എന്തുണ്ട്, ഈ ഒരു സ്കീമിനകത്ത് എലിജിബിലിറ്റി ഉണ്ട്. ഇനി PM ശ്രീ സ്കീമിന്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ ആണെന്ത്, എൻഹാൻസ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ. സോ ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ എലിജിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ബെനിഫിഷ്യറി ആയിട്ടുള്ള എല്ലാ സ്കൂൾസിലും എന്ത് ചെയ്യും, ലാബ്സും ലൈബ്രറീസും ആർട്ട് റൂംസും എന്ത് ചെയ്യും, ഗവൺമെന്റ് ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു PM ശ്രീ സ്കീമിന്റെ അണ്ടറിലുള്ള എല്ലാ സ്കൂൾസിലും ആ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ആ മോഡൽ സ്കൂൾസ് ആക്കാനായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ സ്കൂൾസിലും എന്ത് ചെയ്യും, വെൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലാബ്സും ലൈബ്രറീസും ആർട്ട് ഹൗസസും അല്ലെങ്കിൽ ആർട്ട് റൂംസും എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇന്റഗ്രേഷൻ ഓഫ് ടെക്നോളജി, ഈ സ്കൂൾസിലെല്ലാം തന്നെ സ്മാർട്ട് ക്ലാസ് റൂംസും ഡിജിറ്റൽ ലേണിംഗ് ടൂൾസും എന്ത് ചെയ്യും, ഇൻകോർപ്പറേറ്റ് ചെയ്യും. സോ ഫസ്റ്റ് വൺ ആണെന്ത്, എൻഹാൻസ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ അല്ലെങ്കിൽ എലിജിബിൾ ആയിട്ടുള്ള സ്കൂൾസിൽ എന്ത് ചെയ്യും, ലാബ്സ് ലൈബ്രറീസ് ആർട്ട് റൂംസ്, അതും വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ലാബ്സ് എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ സ്മാർട്ട് ക്ലാസ് റൂംസും ഡിജിറ്റൽ ലേണിംഗ് ടൂൾസും എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്കൂൾസിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു സ്കൂൾസിൽ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ലേണിംഗ് അപ്രോച്ച് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. അതായത് ഏർലി ഇയേഴ്സിൽ
വളരെ ലോവർ ക്ലാസ്സസിൽ പ്ലേ ബേസ്ഡ് ലേണിങ്ങും അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സും ആയിരിക്കും എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. ഹോളിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റുഡന്റ് ഡെവലപ്മെന്റ് ആയിരിക്കും ഈ സ്കൂൾസിൽ എന്ത് ചെയ്യുന്നത് എയിം ചെയ്യുന്നത്. അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ്, അങ്ങനെ എല്ലാ സ്കിൽസും എന്ത് ചെയ്യുക ഡെവലപ്പ് ചെയ്യുക. ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആയിരിക്കും ഈ PM ശ്രീ സ്കൂൾസിൽ എന്ത് ചെയ്യുന്നത് ഗവൺമെന്റ് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്കൂൾ ക്വാളിറ്റി അസസ്മെന്റ് ഫ്രെയിംവർക്ക് എന്ത് ചെയ്യും ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതായത് ഈ ഒരു സ്കൂൾസ് ഹൈ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് എന്ത് ചെയ്യും റെഗുലർ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യും. ഈ ഒരു സ്കീമിന്റെ ബെനിഫിറ്റ്സ് കിട്ടുന്ന PM ശ്രീ സ്കൂൾസ് എന്ത് ചെയ്യുന്നുണ്ട് കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ ഹൈ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് റെഗുലർ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് സെലക്ഷൻ ത്രൂ ചലഞ്ച് മോഡ്, ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ പെർഫോമൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് സ്കൂൾസിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ സ്കൂൾസിന് ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അവർ പെർഫോമൻസ് വഴി അവരുടെ ആ ഒരു റിസൾട്ട് എന്ത് ചെയ്യണം കാണിക്കണം. സോ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടായിരിക്കും ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ എന്ത് ചെയ്യുന്നത് സ്കൂൾസിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പെർഫോം ചെയ്യുന്ന സ്കൂൾസിനെ മാത്രമേ എന്ത് ചെയ്യൂ ഈ PM ശ്രീ സ്കൂൾസിനകത്ത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുള്ളൂ അനുവദിക്കുള്ളൂ. ആൻഡ് ഈ ഒരു സ്കീം എന്ന് പറയുന്നത് 5 വർഷത്തേക്കാണ് എന്ത് ചെയ്യുന്നത് ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ 2022-23 മുതൽ 2026-27 വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആ 5 വർഷത്തെ പീരീഡിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സ്കീം ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് അതിന് വേണ്ടിയിട്ട് ബഡ്ജറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട് 27,360 crores 27,360 കോടി രൂപ എന്ത് ചെയ്തിട്ടുണ്ട് ബഡ്ജറ്റിൽ അലോട്ട് ചെയ്തിട്ടുണ്ട്. സോ 5 വർഷത്തേക്ക് 2022-23 മുതൽ 26-27 വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഈ 5 വർഷത്തെ പീരീഡിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് 27,360 crores അലോട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ 18,128 crores എന്തായിരിക്കും സെൻട്രൽ ഷെയർ ആയിരിക്കും. ഈ ഒരു സ്കീമിന്റെ ടോട്ടൽ ബഡ്ജറ്റ് ഔട്ട്ലേ എന്ന് പറയുന്നത് 27,360 crores ആണ്. ഇതൊരു സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ്. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റ്സും ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഫണ്ട്സ് ഷെയർ ചെയ്യുന്നത്. സോ ഈ ടോട്ടൽ ബഡ്ജറ്റ് ഔട്ട്ലേയിലെ 18,128 crores എന്ത് ചെയ്യും സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കി സ്റ്റേറ്റ് ഗവൺമെന്റ്സ് എന്ത് ചെയ്യണം പ്രൊവൈഡ് ചെയ്യണം. ഇനി ഈ ഒരു 5 വർഷത്തെ പീരീഡിലേക്കാണ് ഈ ഒരു PM ശ്രീ സ്കീം എന്ത് ചെയ്തിരിക്കുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ 5 വർഷം കഴിഞ്ഞതിന് ശേഷം PM ശ്രീ സ്കീമിന്റെ അണ്ടറിൽ മോഡൽ സ്കൂൾസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത സ്കൂളുകൾ കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടത് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് സ്റ്റേറ്റ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. സോ ഈ 5 വർഷത്തേക്ക് 2022-23 മുതൽ 26-27 വരെയുള്ള 5 വർഷത്തേക്കായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ ഒരു സ്കീമിൽ സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത് ഇൻവോൾവ് ആയിരിക്കുന്നത്. ഈ ഒരു സ്കീമിന്റെ ടെന്യൂർ അവസാനിച്ചതിന് ശേഷം PM ശ്രീ സ്കീമിന്റെ അണ്ടറിൽ ഡെവലപ്പ് ചെയ്ത ഈ മോഡൽ സ്കൂൾസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട റെസ്പോൺസിബിലിറ്റി അതാത് റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഗവൺമെന്റ്സിനായിരിക്കും. ഇതാണെന്ത് ഈ ഒരു സ്കീമിന്റെ മറ്റൊരു കീ ഫീച്ചർ എന്ന് പറയുന്നത്. സോ ഇന്നത്തെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഇതാണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദി PM E-Drive scheme. First statement: the scheme is limited to providing incentives only for private electric vehicles. Second statement: one of its major goals is to reduce India's crude oil import bill. Third statement: the scheme promotes the localization of electric vehicle components under the Make in India initiative. Number 4, it is implemented only in metro cities. Which of the above statements is or are correct? Option A 2 and 3 only, option B 1 and 4 only, option C 1, 2 and 3 only, option D all of the above. Answers എന്താണ് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. ഇത്രയും സ്കീംസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തത്. കൂടുതൽ സ്കീംസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു.